അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുബ്ഹിക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ്. അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഇത് നമുക്ക് ചൊല്ലാൻ വെറും 2 മിനിറ്റ് മാത്രം മതി. എന്നാൽ ഇത് സുബ്ഹിക്കാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചത്. ഒരുപാട് ആളുകൾ എന്നോട് പറയുന്ന കാര്യമാണ്. അത് സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്ത്രീകളായിരിക്കും ധാരാളം പറയുന്നത്. അതായത് പറയുന്നത് ഇതാണ്: എന്തിനാണ് നിങ്ങൾ സുബ്ഹിക്ക് ചൊല്ലാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? മറ്റുള്ള സമയങ്ങളിൽ ചൊല്ലാൻ പറ്റിയ ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളും ഒന്നുമില്ലേ എന്നൊക്കെയാണ് പലരും പറയുന്ന പരിഭവം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു തരികയല്ല. ഇതൊക്കെയും പരിശുദ്ധ ഇസ്ലാമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം, നമുക്ക് പറഞ്ഞു തന്ന കാര്യം, അതുപോലെ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിനാൽ അതിന് നമുക്ക് ഫലം കിട്ടണമെങ്കിൽ അത് ചെയ്യേണ്ട സമയവും അവർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ. അത് ചിലപ്പോൾ സുബ്ഹിക്കാകാം, ചിലപ്പോൾ പാതിരാ സമയത്താകാം, അതുപോലെ പല സമയങ്ങളിലുമാകാം. അതനുസരിച്ച് നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയായി കിട്ടാൻ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പ്രയാസപ്പെടേണ്ടി വരും. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരു കാര്യവും ശരിയാകില്ല. പലർക്കും സുബ്ഹി സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ പ്രയാസമായി തോന്നുന്നത് അവർക്ക് സുബ്ഹി സമയത്ത് കിടന്നുറങ്ങാനായിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. സുബ്ഹി സമയത്ത് കിടന്നുറങ്ങിയാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അതായത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്കാണ് എത്തുക. ഒരിക്കലും നിങ്ങൾ വിജയിക്കില്ല. കാരണം ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല റിസ്കിനെ ഓഹരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം പിന്നീട് ദാരിദ്ര്യത്തിലായിരിക്കും. മരണം വരെ ദാരിദ്ര്യമായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ഈ ലോകത്ത് വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ ലൈഫ്, അവരുടെ ജീവിതം ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ. അവരൊക്കെയും സുബ്ഹിക്ക് നേരത്തെ എണീക്കുന്നവരായിരിക്കും. സുബ്ഹി സമയത്ത് നിങ്ങൾ നേരത്തെ എണീറ്റ് കൊണ്ട് സുബ്ഹിയൊക്കെ നിസ്കരിച്ച് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ, നിങ്ങൾ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് ചെയ്തു നോക്കൂ. നേരം പുലരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. മാത്രമല്ല ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് ആ സമയത്ത് നമ്മുടെ തലച്ചോറിന് നല്ല പ്രവർത്തനമായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്നും ഓർമ്മയുണ്ടാകും, ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് ഉസ്താദുമാരും അധ്യാപകന്മാരൊക്കെ നിങ്ങൾ സുബ്ഹി സമയത്ത് എണീറ്റ് കുട്ടികളെ പഠിപ്പിക്കൂ എന്ന്. കുട്ടികൾക്ക് ആ സമയത്ത് പെട്ടെന്ന് അവരുടെ മണ്ടയിൽ കയറും. പലരും സുബ്ഹി സമയത്ത് എണീക്കാതെ കിടന്നുറങ്ങുന്നത് അവർ രാത്രി സമയത്ത് ഉറങ്ങാൻ നേരം വൈകുന്നത് കൊണ്ടായിരിക്കും. കാരണം ഒരു മനുഷ്യൻ ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിന് വലിയ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും സുബ്ഹി സമയത്ത് എണീക്കാൻ സാധിക്കില്ല. അവരുടെ തല പൊങ്ങില്ല, അവർക്ക് ഉറക്കം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ മക്കളൊക്കെ, മക്കൾ എന്നല്ല മുതിർന്നവരൊക്കെ പാതിരാ സമയത്ത് ഉറക്കം കളഞ്ഞുകൊണ്ട് 1 മണി 2 മണി വരെയൊക്കെ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കയറിക്കൊണ്ട് ഒരുപാട് സമയം ഉറങ്ങാതെ കളയും. എന്നിട്ട് അവർ ഉറങ്ങുക ഏകദേശം ഒരു 3 മണി അല്ലെങ്കിൽ 2 മണിക്കൊക്കെ ആയിരിക്കും. ആ സമയത്ത് കിടന്നുറങ്ങിയിട്ട് പിന്നെ എങ്ങനെയാണ് സുബ്ഹിക്ക് എണീക്കാൻ സാധിക്കുക? ഒരു മനുഷ്യൻ 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണം. അത്രയും വൈകി കിടന്നാൽ എങ്ങനെയാണ് എണീക്കാൻ കഴിയുക? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് നേരത്തെ എണീക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മാത്രമേ നൽകുകയുള്ളൂ.
മാത്രമല്ല നമുക്ക് ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാകില്ല. നമ്മൾ സുബഹിക്ക് എണീക്കാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വലിയ മൂഡ് ഓഫ് ആയിരിക്കും. ഒരു ജോലിയും നമുക്ക് ചെയ്യാനൊരു താല്പര്യമുണ്ടാകില്ല. വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാകുക. കാരണം ആ ദിവസം ശൈത്താൻ്റെ കൺട്രോളിങ്ങിലായിരിക്കും. അതായത് സുബഹിക്ക് കിടന്നുറങ്ങുന്നവരുടെ ചെവിയിൽ ശൈത്താൻ മൂത്രം വയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആ ദിവസം മുന്നോട്ട് പോകില്ല, ഒരു ബറക്കത്തും ഉണ്ടാകില്ല. മാത്രമല്ല സുബഹി സമയത്ത് ഉറങ്ങുന്നത് കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ മുറാദ് ഹാസിലാകാൻ, അതായത് നമ്മുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ, ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ദാരിദ്ര്യം മാറിക്കിട്ടാൻ, സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ, കടങ്ങൾ വീടാൻ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ, ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും റാഹത്തിലുമാകാൻ നാം എല്ലാവരും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ അതിനൊക്കെയും ഫലം കിട്ടണമെങ്കിൽ നമ്മൾ സുബ്ഹിക്ക് നേരത്തെ എണീക്കണം, സുബ്ഹി ഖളാതെ നിസ്കരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ഓതി, അതുപോലെ ആവശ്യ സഫലീകരണത്തിൻ്റെ നിസ്കാരം കൊണ്ടായിരിക്കാം. കാരണം ഇത്തരത്തിൽ സുബ്ഹി നിസ്കരിക്കാത്ത ആളുകൾക്ക്, സുബ്ഹി നിസ്കാരം ഖളാ ആക്കുന്ന ആളുകൾക്ക്, അവർ എന്ത് തന്നെ ദിക്റുകൾ ചൊല്ലിയിട്ടും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടും ഒരുപാട് ദുആ ചെയ്തിട്ടും കണ്ണീരൊഴുക്കിയിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. അതിനൊന്നും അല്ലാഹു ഫലം ചെയ്യുകയില്ല. ഫലം ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ സുബ്ഹിക്ക് എണീറ്റ് ഖളാതെ സുബ്ഹി നിസ്കരിക്കണം. ഈ കാര്യം എല്ലാവരും പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. സുബ്ഹിക്ക് നിസ്കരിച്ചാൽ മാത്രം പോരാ, സുബ്ഹിക്ക് നിസ്കരിച്ചു കൊണ്ട് പിന്നീട് നിങ്ങൾ കിടന്നുറങ്ങരുത്. നേരം പുലരുന്നതുവരെ, സൂര്യൻ ഉദിക്കുന്നതുവരെ നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത്. ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം പലരും എന്നോട് കമൻറ്റിലൂടെയും മറ്റും പറഞ്ഞ കാര്യമാണ്, സുബ്ഹി സമയത്ത് ചൊല്ലാനുള്ള ഒരു കാര്യങ്ങളും സുബ്ഹി സമയത്ത് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും പറയല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത്. സുബ്ഹിക്ക് നിങ്ങൾ എണീക്കാതെ, സുബ്ഹി നിസ്കരിക്കാതെ, സുബ്ഹി ഖളാ ആക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ കാര്യങ്ങൾ സുബ്ഹി അല്ലാത്ത സമയത്ത് ചെയ്തിട്ടും അത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല. അത് അല്ലാഹുവിന് വേണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കണം. പല സ്ത്രീകളും വലിയ വിഷമത്തോടു കൂടി ചോദിച്ച കാര്യമാണ്, മെൻസസ് ഉള്ള സമയത്തും ചൊല്ലാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാരണം അവർക്ക് പരിശുദ്ധ ഖുർആൻ ആ സമയത്ത് ഓതാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു കാര്യം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യം മെൻസസ് ഉള്ള സ്ത്രീകൾക്കൊക്കെ ചൊല്ലാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വെറും 2 മിനിറ്റ് മതി. ഇത് നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നമുക്ക് മനസ്സമാധാനം കിട്ടും. നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണല്ലോ. എത്ര ആളുകളുണ്ട്, വലിയ വലിയ കൊട്ടാരത്തിലായിരിക്കും അവർ താമസിക്കുന്നത്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ അവർക്ക് ബറക്കത്ത് കൊടുത്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനം ഉണ്ടാകില്ല. സമാധാനമില്ലാതെ ഇത്തരത്തിലുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടെന്താ, അതിലൊരു സന്തോഷവും നമുക്കുണ്ടാകില്ല. എന്നാൽ ചില ആളുകൾക്ക് ചെറിയ വീടായിരിക്കും. ചെറിയ വീട് എന്നല്ല, ചിലർക്ക് വീട് തന്നെ ഉണ്ടാകില്ല. അവർ വാടക വീട്ടിലായിരിക്കും. ചിലർക്ക് വാടക വീടും ഉണ്ടാകില്ല. വീടില്ലാതെ നടക്കുന്നവർ ഉണ്ടാകും. എന്നാലോ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവർക്കൊരു പ്രയാസവും ഉണ്ടാകില്ല. അങ്ങനെ എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ.
നമുക്ക് സ്വന്തമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീടില്ലെങ്കിലും, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും, നമുക്കൊരു വാഹനമില്ലെങ്കിലും, നമുക്ക് സൗന്ദര്യം കുറവാണെങ്കിലും, നമ്മെ ആരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, നമ്മെ ആരും വില കൽപ്പിക്കുന്നില്ലെങ്കിലും, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും, നമുക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടിയിട്ടില്ലെങ്കിലും, ഇനി വിവാഹം കഴിഞ്ഞ് നമുക്ക് മക്കളില്ലെങ്കിലും, നമുക്ക് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലെങ്കിലും, നാം ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിലും, ആ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, സമാധാനം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും നല്ല ആനന്ദവുമൊക്കെയാണ് വേണ്ടത്. ജീവിതം കളറാകണമെങ്കിൽ അതിന് മനസ്സമാധാനം വേണം. മനസ്സമാധാനം, ജീവിതം റാഹത്താകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ദുനിയാവിൽ നിന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്. അത് ലഭിച്ചോ അവൻ രക്ഷപ്പെട്ടു, അവൻ്റെ ജീവിതം സന്തോഷമായിരിക്കും. ഈ ഭൂമി ലോകത്തെ അവൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും അവൻ്റെ ഓരോ കാഴ്ചയിലും, അവൻ്റെ കണ്ണിൽ കാണുന്ന ഈ ഭൂമിയിലെ ഓരോ കാഴ്ചയും, അതുപോലെ അവൻ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും, അവൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവനിക്ക് വലിയ സന്തോഷമായിരിക്കും, വലിയ റാഹത്തായിരിക്കും അവനിക്ക് ഉണ്ടാകുക. എന്നാൽ വലിയ വലിയ കോടീശ്വരന്മാരുണ്ടാകും. അവർ വലിയ കൊട്ടാരത്തിലായിരിക്കും ജീവിക്കുന്നത്. അവർക്ക് എല്ലാ ആഡംബര വസ്തുക്കളും ഉണ്ടാകും. എല്ലാ ആഡംബരത്തോടു കൂടിയായിരിക്കും അവർ ജീവിക്കുന്നത്. നല്ല വിലപിടിപ്പുള്ള വാഹനമുണ്ടാകും, ഒരുപാട് ഭൂസ്വത്തുണ്ടാകും, ഒരുപാട് പണമുണ്ടാകും, നല്ല സൗന്ദര്യമുള്ള ഭാര്യയുണ്ടാകും, സൗന്ദര്യമുള്ള മക്കളുണ്ടാകും, നല്ല വിലപിടിപ്പുള്ള വസ്ത്രമായിരിക്കും അവർ ധരിക്കുന്നത്, നല്ല നല്ല വിലപിടിപ്പുള്ള ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത്. എന്നാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊന്നും അവർക്കൊരു സന്തോഷമുണ്ടാകില്ല, ഒരു റാഹത്തുണ്ടാകില്ല. അവരുടെ ജീവിതം കാണുന്ന നമുക്ക് തോന്നും അവർ വലിയ സന്തോഷത്തിലാണ്, വലിയ റാഹത്തിലാണ്, അവർക്ക് അല്ലാഹു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ചെയ്തത് എന്നൊക്കെ. എന്നാൽ അവർക്കൊരു മനസ്സമാധാനമുണ്ടാകില്ല. അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാകില്ല. എന്നാൽ അതൊന്നും ഇല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ സ്വന്തമായിട്ട് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലാത്ത ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്തതുകൊണ്ട് ഈ ഭൂമി ലോകത്തെ ഓരോ സെക്കൻഡുകളും അവനിക്ക് സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയത് എത്ര ചെറിയ അനുഗ്രഹമാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റാഹത്താണെങ്കിൽ, സമാധാനമാണെങ്കിൽ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി നമ്മുടെ ജീവിതം സന്തോഷമാകാനും, നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടന്നു കിട്ടാനും, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരാനും, ആ അനുഗ്രഹത്തിൽ ബറക്കത്തുണ്ടാകാനും സന്തോഷം കിട്ടാനും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ ദിക്റിനെ അധികരിപ്പിക്കണം. ദിക്റില്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതം കുടുസായ ജീവിതമാണ്. അതായത് അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകില്ല, സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല, ബറക്കത്തുണ്ടാകില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാര ശേഷം 121 പ്രാവശ്യം നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജീവിതം കളറാകും, ജീവിതം ബറക്കത്തിലാകും, റാഹത്തിലാകും. അതാണല്ലോ ഏതൊരു മനുഷ്യനും വേണ്ടത്. എപ്പോഴും സമാധാനമാണ് നമുക്ക് വേണ്ടത്. ഉള്ളതിൽ സമാധാനം, ഒരുപാട് വേണമെന്നല്ല, ഉള്ളതിൽ സമാധാനം, അതാണ് വേണ്ടത്. അതിനി നമുക്കൊന്നും തന്നെ ഇല്ല, നമുക്കാരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ആ സമയത്ത് നമുക്ക് നല്ല സന്തോഷം, സമാധാനം, റാഹത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ്. ആ നിഅമത്ത് നമുക്ക് കിട്ടണമെങ്കിൽ
നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ, റാഹത്ത് കിട്ടണമെങ്കിൽ, ജീവിതം കളറാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാര ശേഷം 121 പ്രാവശ്യം ചൊല്ലുക. ഞാൻ ഇനി അധികം പറഞ്ഞ് വിശദീകരിച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഏതാണ് ആ ഇസ്മ്, നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ. ഈ ഒരു ഇസ്മാണ് നിങ്ങൾ എല്ലാ ദിവസവും 121 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ രോഗങ്ങൾ ഉള്ളവർക്ക് ആ രോഗങ്ങൾ മാറിക്കിട്ടും. മാത്രമല്ല പിന്നീട് രോഗങ്ങൾ വരില്ല. കടങ്ങൾ ഉള്ളവർക്ക് കടങ്ങൾ വീടിക്കിട്ടും. പിന്നീട് കടങ്ങൾ വരില്ല. തൊടുന്നതിലെല്ലാം വിജയമുണ്ടാകും. നിങ്ങളുടെ മുറാദുകൾ ലോകം മുഴുവനും അത് നിങ്ങൾക്ക് ശരിയാകില്ല, നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾ ഈ ഇസ്മ എല്ലാ ദിവസവും 121 തവണ പതിവാക്കുന്ന ആളുകളാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറും, വിഷമങ്ങളും മാറും, ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമായി മാറും. ജീവിതം കളറാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ചെറിയ ഇസ്മ് വെറും 2 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാര ശേഷം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഈ കാര്യം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും അല്ലാഹു നാം എല്ലാവരെയും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.